എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവഹരി. ഞാനൊരു തേർഡ് ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ CBSE ബോർഡായിട്ടുള്ള സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നത് ആ ചാപ്റ്ററിലെ ആദ്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷേപ്സിൻ്റെ ഏരിയ, വോളിയം, അതൊക്കെയാണ്. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, കേർഡ് സർഫസ് ഏരിയ, ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ഇത് വരും. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം തന്നെ നോക്കാം. ഇതിൽ മാത്സിൽ പിന്നെ അധികം തിയറി ഭാഗം ഒന്നും വരുന്നില്ലെന്നെങ്കിലും ഞാൻ ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ തിയറി ആയിട്ട് കമ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ നോക്കുന്നില്ല, കാരണം അതിൽ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സസൈസിൽ ക്വസ്റ്റ്യൻസും പിന്നെ ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല ബേസിക് സ്റ്റെപ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ പഠിപ്പിക്കുകയും കാണിച്ചും തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. 2 cubes, each of volume 64 cm3, are joined end to end. Find the surface area of the resulting cuboid. അപ്പോൾ ഇവിടെ തന്നേക്കണം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞേക്കണത് രണ്ട് ക്യൂബിൻ്റെയും വോളിയം എന്ന് പറയുന്നത് 64 cm3 ആണ്. അപ്പോൾ നമുക്ക് 2 ക്യൂബ് ആദ്യം വരയ്ക്കാം. ഈ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിലും ഫിഗേഴ്സ് തരണ്ടാവില്ല, അപ്പോൾ നമ്മൾ സ്വയം വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ 2 ക്യൂബ് വരയ്ക്കാൻ പോവാണ്. ഇത് ക്യൂബ് എ എന്ന് വിളിക്കാം. ഇത് ക്യൂബ് ബി എന്ന് വിളിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 2 ക്യൂബ് തന്നിട്ടുണ്ട്. ആ 2 ക്യൂബിൻ്റെ ഞാൻ എ എന്നും ബി എന്നും പേരും കൊടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ അടുത്തത് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ 2 പേരുടെയും വോളിയം 64 cm3 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എൻ്റെയും ബിൻ്റെയും വോളിയം ഓഫ് എ എന്ന് പറയുന്നത് 64 cm3, വോളിയം ഓഫ് ബി എന്ന് പറയുന്നതും 64 cm3. ഇനി നമുക്ക് എ പാർട്ട് മാത്രം ആദ്യം നോക്കാം. ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചിരുന്നു എല്ലാ ഷേപ്സിൻ്റെയും വോളിയമും സർഫസ് ഏരിയാസും എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ്. ഈ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്ന സൈഡ് എ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്നത് 64 cm3 ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈഡ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പോൾ എ വിച്ച് ഇസ് ഈക്വൽ ടു ഈ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെയും ഈ ക്യൂബ് ഒഴിവാവും, ഇവിടുത്തെ ഈ ക്യൂബും പോവും. സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററോ 64ൻ്റെ ക്യൂബും എടുക്കുക. അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് എടുക്കുക. എന്തുകൊണ്ടാണ് ക്യൂബ് റൂട്ട് എടുക്കണതെന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എ എന്ന് പറയുന്ന സൈഡ് മാത്രം കിട്ടാനാണ്. അപ്പോൾ ഇവിടെയും ക്യൂബ് എടുക്കുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എ ആവും, ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 4 ആവും. പ്ലസ് ഈ യൂണിറ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിലാണ് മിക്ക ആൾക്കാരും യൂണിറ്റ്സ് എഴുതാൻ മറന്നു പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് യൂണിറ്റ്സ് എഴുതാൻ. അപ്പോൾ 4 cm സൈഡ് ക്യൂബാണ് എ എന്ന് നമുക്ക് മനസ്സിലായി. ഇതേ ഇക്വേഷൻ ഇവിടെയും അപ്ലൈ ചെയ്യുമ്പോൾ വിത്ത് സൈഡ് എ ആണെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് സൈഡ് വെറുതെ ബി എന്ന് കൊടുക്കാം. വിത്ത് സൈഡ് ബി ക്യൂബ് എന്ന് പറയുന്ന വോളിയമാണ് ക്യൂബിൻ്റെ. ഈ ബി സൈഡഡ് ക്യൂബിൻ്റെ വോളിയം സ്മോൾ ബി ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും വോളിയം 64 cm3, വിച്ച് ഇസ് ദ ക്യൂബ് റൂട്ട് ഓഫ് ബി ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 64 cm3. സെയിം സ്റ്റെപ്പാണ്, കാരണം ക്യൂബ് സെയിം ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ വോളിയമാണ്. ആകെ ജസ്റ്റ്
ആ എക്ക് വരും ബി എന്ന് എടുത്തു, കാരണം ബി ആണ് എന്ന് ഞാൻ പേര് കൊടുത്തത്, അതുകൊണ്ട് മാത്രം. അങ്ങനെ ബി ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ബി ആവും. 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് രണ്ട് ക്യൂബിൻ്റെയും സൈഡ് കിട്ടി, ക്യൂബ് എൻ്റെയും ക്യൂബ് ബിൻ്റെയും സൈഡ് കിട്ടി. ഇനി അവർ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത്, ഈ ഒരു രണ്ട് ക്യൂബും കൂടെ ജോയിൻറ്റ് എൻഡ് ടു എൻഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബോയിഡ് എന്ന് വെച്ചാൽ ഈ രണ്ട് ക്യൂബും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യൂബോയിഡായി മാറും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ വരയ്ക്കാം. സോ ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ക്യൂബോയിഡാണ്. ക്യൂബോയിഡ് സോ ഇതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇപ്പോഴും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലൈനും കൂടി വരയ്ക്കണം. ഈ ലൈനിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് രണ്ട് ക്യൂബാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ക്യൂബ് എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഈ സൈഡ് ക്യൂബ് എ, ഈ സൈഡ് ക്യൂബ് ബി. ക്യൂബ് എയും ബിയും കൂടി മിക്സ് ആയപ്പോൾ ഒരു ക്യൂബോയിഡായി. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് എ 4 സെൻറ്റിമീറ്ററും ഇവിടെ സൈഡ് ബി 4 സെൻറ്റിമീറ്ററും കിട്ടി. നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. ഇപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഹൈറ്റ്, ഈ ബ്രെഡ്ത്തും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും 4 സെൻറ്റിമീറ്റർ എല്ലാം 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ആ ഒരു വാല്യൂസ് ഇവിടെ നമ്മൾ എഴുതുക ആദ്യം. ഇത് 4 സെൻറ്റിമീറ്റർ നമുക്കറിയാം, ഇതും 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതും 4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം, ഇതും 4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ഇപ്പോൾ നമ്മൾ ക്യൂബ് എൻ്റെ 4 സെൻറ്റിമീറ്റർ ഈ ലെങ്ത്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയേക്കുന്നതും. ക്യൂബ് ബീൻ്റെ ഈ 4 സെൻറ്റിമീറ്റർ, ഇവിടെയും ഒരു ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഇവിടെയും ഹൈറ്റും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ക്യൂ എയും ബിയും കൂടി മിക്സ് ആയപ്പോൾ ക്യൂബോയിഡായി. ഇനി ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിന് സൈഡുകളൊന്നും സെയിം ആയിരിക്കില്ല. ക്യൂബോയിഡിന് ലെങ്ത്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്യൂബോയിഡ് എന്ന് പറഞ്ഞ ഷേപ്പ് കിട്ടിയത് കൊണ്ട് പുതിയ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡിൻ്റെ ദിസ് സൈഡ് ടു ദിസ് സൈഡാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ പ്ലസ് 4 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അതിന് ചേഞ്ച് ഒന്നുമില്ല, കാരണം ഒരേ സൈഡാണ്. കണ്ടോ, അത് ജോയിൻ ആകുമ്പോൾ സൈഡുകൾക്ക് വ്യത്യാസമില്ല. മെയിനായിട്ട് വരുന്നത് ഫ്രണ്ട് ഭാഗമാണ്. ബ്രെഡ്ത്ത് സെയിം, ഹൈറ്റും സെയിം. ഇനി അവർ പറഞ്ഞേക്കണം എന്താ? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബോയിഡ്. നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇക്വേഷനിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, ഈ ചില ഭാഗത്ത് ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ വരും. ഈ ടോട്ടൽ സർഫസ് ഏരിയയും കേർവ്ഡ് സർഫസ് ഏരിയയും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ബേസിസിൽ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൻ്റെ തന്നെ മൊത്തം സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്, അല്ലാണ്ട് കേർവ്ഡ് ഭാഗം അല്ലാണ്ട് കർവിങ് ആയിട്ടല്ല വേണ്ടത്. അത് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിൻ്റെ ഫുൾ ഏരിയ വേണം, അതുകൊണ്ട് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2 × LB + BH + HL which is equal to 2 × ലെങ്ത് എത്രയാണ്? 8, ബ്രെഡ്ത്ത് എത്രയാണ്? 4, ബ്രെഡ്ത്ത് എത്രയാണ്? 4, ഹൈറ്റ് 4, അതുപോലെ തന്നെ പിന്നെ ഹൈറ്റ്
4 ലെങ്ത്ത് 8. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ. ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയറും വോളിയമിൻ്റെ യൂണിറ്റ് എപ്പോഴും സെൻറ്റിമീറ്റർ ക്യൂബുമാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ മെത്തേഡ്. ഞാൻ വളരെ ബേസിക് രീതിയിലാണ് പഠിപ്പിക്കുന്നതും ഒരു ഡൗട്ടും വരാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. വളരെ ബേസിക്കായിട്ട്, അല്ലാണ്ട് അധികം ഹൈ ലെവലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് സെയിം എക്സസൈസിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ വെസൽ is in the form of a hollow hemisphere mounted by a hollow cylinder. The diameter of the hemisphere is 14 cm and the total height of the vessel is 13 cm. Find the inner surface area of the vessel. അപ്പോൾ വേഗം തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ഹോളോ ഹെമിസ്ഫിയർ മൗണ്ടഡ് ബൈ എ ഹോളോ സിലിണ്ടർ എന്ന് വെച്ചാൽ ഹോളോ ഹെമിസ്ഫിയറിൻ്റെ തൊട്ട് മുകളിൽ എന്ന് വെച്ചാൽ അതിനായിട്ട് ജോയിൻ ആയിട്ടിരിക്കുന്ന മൗണ്ടഡ് ബൈ എ ഹോളോ സിലിണ്ടർ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിലിണ്ടർ വരയ്ക്കാം. കാരണം മേളിലത്തെ ഫിഗറിന് തുടങ്ങാം. ഒരു സിലിണ്ടർ വരച്ചു. സിലിണ്ടറിൻ്റെ ഹൈറ്റൊക്കെ സ്ട്രെയിറ്റ് ആണ്. എൻ്റെ ഫിഗർ ചിലപ്പോൾ വളർന്നിരിക്കും, പക്ഷേ സ്ട്രെയിറ്റ് ഹൈറ്റാണ് അതിൻ്റെ. ഇനി നമുക്കൊരു ഹെമിസ്ഫിയറും വരയ്ക്കാം. ഇനി ഇതിൽ തന്നിരിക്കുന്ന യൂണിറ്റ്സ് നോക്കാം. ദ ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ഇസ് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ 14 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 14/2 വിച്ച് ഇസ് 7 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണല്ലോ റേഡിയസ്, അത് നമുക്കറിയാം. ഇനി ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വെസൽ ഇസ് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതിവിടെ 7 കിട്ടി. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വെസൽ മൊത്തത്തിൽ ആണ് ഈ സിലിണ്ടറും ഹെമിസ്ഫിയർ. നമ്മളിതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ആയിട്ടാണ് ഓരോ യൂണിറ്റ്സും കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു സർക്കിൾ തന്നെയല്ലേ ഈ ഒരു സർക്കിളും, രണ്ടും സെയിം തന്നെയാണല്ലോ. സോ ഇവിടുത്തെ റേഡിയസും 7. ഇനി ഈ ഹൈറ്റ് ഉണ്ട്, നമുക്ക് ഈ ഹൈറ്റ് വേണം. ഈ ഹൈറ്റ് കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കാരണം നമുക്ക് സിലിണ്ടറിൻ്റെ റേഡിയസ് കിട്ടി, ഈ ഹൈറ്റും കൂടി വേണം. ഹൈറ്റ് ഇല്ല. സോ ഹൈറ്റ് കിട്ടാൻ എന്താ ചെയ്യുക? ഞാൻ ജസ്റ്റ് ഈ ഒരു ഹെമിസ്ഫിയറിനെ ഇങ്ങനെ തിരിച്ചിവിടെ വരയ്ക്കണം. ഇത് ഞാൻ തിരിച്ച് വരച്ചതാണെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്നത് ഇത് 7 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടെ, ഇത് 7 ആണെന്നുണ്ടെങ്കിൽ ഇതും 7 അല്ലേ? ആയിരിക്കൂലേ? അതും 7 തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 7 ആണെന്നുണ്ടെങ്കിൽ ഇതും 7 അല്ലേ? ആ ഹൈറ്റല്ലേ ഇതും? എന്ന് വെച്ചാൽ ഇത് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ഹെമിസ്ഫിയറിൻ്റെ സർക്കിളിൻ്റെ ആർക്ക് പോലെ റേഡിയസ് വരയ്ക്കുമ്പോൾ ഇതും അതിൻ്റെ റേഡിയസ് തന്നെയാണ്. ഇവിടെ വരുന്ന ലെങ്ത്തും അതിൻ്റെ റേഡിയസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതും 7 ആണ്, വിച്ച് മീൻസ് ഇതും 7 ആണ്. സോ ഈ ഫുൾ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇത്രയുമാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് സിലിണ്ടർ. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഇസ് ഈക്വൽ ടു 13 - 7 ഇറ്റ് ഇസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിപ്പോൾ വെസലിൻ്റെ ഓരോ ഭാഗം എടുക്കാം. ആദ്യം ഞാൻ സിലിണ്ടർ എടുക്കും. സിലിണ്ടർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റും ഇവിടെയുണ്ട്. അത് നമുക്ക് എഴുതാം. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഇനി ഇന്നർ സർഫേസ് ഏരിയ ഓഫ് ദ ഫുൾ വെസൽ വേണം. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ഒരു ഹെമിസ്ഫിയറും ഈ ഒരു സിലിണ്ടറും ഹോളോ ആണ്. ഹോളോ എന്ന് വെച്ചാൽ അത് കവേർഡ് അല്ല, തുറന്നിരിക്കുകയാണ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സിലിണ്ടർ ഇരിക്കുന്നത്. ഈ മോൾ ഭാഗവും താഴത്തെ ഭാഗവും ഹോളോ ആണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു ക്ലോസിംഗ് ഇല്ല, തുറന്നിരിക്കുക. അത് സിലിണ്ടറും. ഹെമിസ്ഫിയർ ഒരു ചെറിയൊരു പോർഷൻ പോലെ തന്നെ അതിൻ്റെ മോൾ ഭാഗവും തുറന്നിരിക്കുക.
സോ രണ്ട് ഫിഗറും തുറന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇന്നർ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ എടുക്കുന്നില്ല, അതിൻ്റെ കേർവ്ഡ് ഭാഗങ്ങൾ എന്നുവെച്ചാൽ അകത്തെയും ഇന്നർ ഭാഗമാണ് നോക്കുന്നത്. സോ കേർവ്ഡ് സർഫേസ് ഏരിയ ആണ് നമ്മളിതിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്താണ്? CSA ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 2πRH. അപ്പോൾ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. 2π ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 7, ഹൈറ്റ് എന്ന് പറയുന്നത് 6 വിച്ച് ഇസ് ഈക്വൽ ടു 42 ഇൻറ്റു 2π വിച്ച് ഇസ് ഈക്വൽ ടു 2 to 4 84 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ പൈ അല്ല നമ്മുടെ ആൻസർ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണേന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ വെസലാണല്ലോ വേണ്ടത്. ഈ പൈ ഇട്ട് കഴിയുമ്പോൾ പോയിൻ്റ് ആൻസർ ഒക്കെ വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഫൈനലിൽ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ് കുറച്ചും കൂടി ഈസി. എൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ഇപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആൻസർ കറക്റ്റ് ആക്കിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഹെമിസ്ഫിയറിൽ അങ്ങോട്ട് പോകും. ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. അപ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ it is equal to 2πr square, which is equal to 2π into 7 square, which is 49 into 2π, which is equal to 98 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദ സിലിണ്ടറും കിട്ടി, കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ കിട്ടി. പിന്നെ ടോട്ടൽ ഇന്നർ സർഫേസ് ഏരിയ ഓഫ് ദ വെസൽ, സിലിണ്ടറും ഹെമിസ്ഫിയറും കിട്ടി. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇന്നർ സർഫേസ് ഏരിയ ഓഫ് വെസൽ ഈക്വൽ ടു CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് hemisphere is equal to 84 pi plus 98 pi. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞ് പൈ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിന് വരാൻ പോകുന്നത് ഒരു 572 സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് ചോദിക്കുന്നത് കണ്ടല്ലോ, രണ്ട് ഫിഗേഴ്സും കൂടെ കമ്പൈൻഡ് ആണ് എന്ന് വെച്ചാൽ ഒരൊറ്റ ഫിഗറായിട്ടാണ് കാണിക്കുന്നത്. ആ രണ്ട് ഫിഗറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് ഏത് ഫിഗറാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്തോ ഹൈറ്റോ റേഡിയസോ ബ്രെഡ്ത്തോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഏത് ഏരിയ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണതെന്ന് കണ്ടുപിടിച്ച് അതിൻ്റേതായ രീതിയിൽ ഇക്വേഷൻസ് ആയത് അപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസറിൽ കിട്ടി അതിൻ്റെ യൂണിറ്റ് അടക്കം എഴുതുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുക. സോ നമുക്ക് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ is surmounted by a hemisphere. What is the greatest diameter the hemisphere can have? Find the surface area of the solid. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂബിൻ്റെ മുകളിലാണ് ഹെമിസ്ഫിയർ. അപ്പോൾ നമുക്കൊന്ന് ഫിഗർ വരച്ച് നോക്കാം. ഒരു ക്യൂബായി ഹെമിസ്ഫിയർ വരയ്ക്കാൻ വരട്ടെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡയമീറ്റർ തന്നിട്ടില്ല ഹെമിസ്ഫിയറുടെ, പക്ഷെ അതിന് പകരം ഒരു റീസണാണ് പറഞ്ഞേക്കണം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ്? ഈ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ എന്ന് ഉദ്ദേശിക്കണ ഒന്നുമില്ല. ഈ ഹെമിസ്ഫിയർ ഈ ഒരു ഫുൾ ഫിഗറിനെ തൊട്ട് നിൽക്കണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇതിനുള്ളിലല്ലേ ഇരിക്കുക. എന്ന് വെച്ചാൽ ഹെമിസ്ഫിയറിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ക്യൂബ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകും. നമുക്ക് അങ്ങനത്തെ ഫിഗർ അല്ല ഇവിടെ ആവശ്യം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്കിവിടെ ആവശ്യമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യൂബും ഹെമിസ്ഫിയറും തൊട്ട് നിൽക്കണം. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ് എന്നുണ്ടെങ്കിൽ ഹെമിസ്ഫിയർ
ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനൊരു ഫേസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം തൊട്ട് നിൽക്കണം 3 ഡയമെൻഷനിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതൊരു ഫേസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആ സൈഡ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ സൈഡായിരിക്കും, വിച്ച് ഈസ് 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ, വിച്ച് മീൻസ് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ഓഫ് ദി ഹെമിസ്ഫിയർ എന്ന് അവർ ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിച്ചു. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഡയാമീറ്റർ ഈസ് 7 സെൻറ്റിമീറ്റർ. സോറി, റേഡിയസ് 7 അല്ല, 7/2 വിച്ച് ഈസ് 3.5 സെൻറ്റിമീറ്റർ. കാരണം ഡയാമീറ്റർ ആണ് 7, റേഡിയസ് എന്ന് പറയുന്നത് 3.5. ഇനി ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് A = 7 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും, രണ്ട് ഫിഗറിൻ്റെയും എല്ലാ സൈഡും കിട്ടി. ഇനി ഈ പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ സോളിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ solid which is equal to surface area of the cubical part plus curved surface area of the hemispherical part minus area of the base hemisphere. ഇതെങ്ങനെയാണ് വന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിളായിട്ട് ഇതാണ് നമ്മുടെ ക്യൂബ്. ഈ ക്വസ്റ്റ്യനിൽ ക്യൂബോയിഡ് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ക്യൂബാണെന്ന് കൺസിഡർ ചെയ്യുക ഈ ക്വസ്റ്റ്യന് വേണ്ടി. ഹെമിസ്ഫിയർ ആണ് സർമൗണ്ട് ചെയ്ത, ക്യൂബിൻ്റെ മുകളിൽ സർമൗണ്ട് ചെയ്തൊരു ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. ഇതാണ് നമ്മുടെ സോളിഡ്. ഈ സോളിഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബിക്കൽ പാർട്ട്, ഈ ക്യൂബിൻ്റെ മൊത്തം സർഫസ് ഏരിയ ആദ്യം കാണാം. പിന്നെ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. അങ്ങനെ ഈ ഷേപ്പ് മൊത്തം നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ക്യൂബ് മൊത്തത്തിലും കവേർഡ് ആവുന്നുണ്ട്, ഈ ഒരു ഹെമിസ്ഫിയറും കവേർഡ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഹെമിസ്ഫിയർ ഒന്ന് ചിരിച്ചു പിടിച്ചാൽ കണ്ടോ, ഈ ഹെമിസ്ഫിയർ ഇവിടെ വയ്ക്കുമ്പോൾ ഈ ഒരു സർക്കിൾ പോർഷൻ ഇങ്ങനെ കവേർഡ് ആവുന്നുണ്ട്. ഹെമിസ്ഫിയറിൻ്റെ ഡൗൺവേർഡ് പോർഷനായിട്ട് ഈ ഒരു ലെയർ സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവിടെ ഒരു സർക്കിളുണ്ട് ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. കാരണം ഈ ഫിഗറിൽ ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അപ്പർ പോർഷനിലെ ഹെമിസ്ഫിയറിൻ്റെ താഴത്തെ ഫേസ് കാണിക്കുന്ന ഒരു സർക്കിളായിട്ട് വരുന്ന പോർഷനാണ് ഇത്, ലൈക്ക് ദിസ്. സോ ആ ഏരിയ നമ്മൾ ഇതിൻ്റെ കൂടെ കൂടാൻ പാടില്ല, കാരണം നമുക്കിതിൻ്റെ സർഫേസ് മാത്രം മതി, ഇന്നർ പോർഷൻ വേണ്ട. അതുകൊണ്ടാണ് ഈ ഏരിയ ഓഫ് ദ ബേസ് ഹെമിസ്ഫിയർ മൈനസ് ചെയ്യുന്നത്. സോ നമ്മളിനി നമ്മുടെ ഇക്വേഷൻ അതാത് സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ സർഫേസ് ഏരിയ ഓഫ് ദ ക്യൂബിക്കൽ പാർട്ട്, സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് 6a² പ്ലസ് കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2πr² മൈനസ് ഏരിയ ഓഫ് ദ ബേസ് ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ ഈ സർക്കിൾ വിച്ച് ഈസ് πr². πr² ആണ് 6a² പ്ലസ് πr² is equal to a എന്ന് പറയുന്നത് സൈഡ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 of 7 whole square പ്ലസ് പൈ എന്ന് പറയുന്നത് 22/7 എടുത്തു ഞാൻ. റേഡിയസ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പോൾ 3.5 the whole square is equal to 7 square 49 into 60, 49 into 6 plus 22/7. 3.5 കൂടി കട്ടാവും, അല്ലെങ്കിൽ 3.5 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പറയുന്നത് 12.25. ഇതൊക്കെ കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ പോയിൻ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ എന്നത് 332.5 വിത്ത് യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം. അപ്പോൾ ഓക്കെ, അടുത്ത 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. A medicine capsule is in the shape of a cylinder with two hemispheres stuck to each of its sides. The length of the entire capsule is 14 mm and the diameter of the capsule is 5 mm. Find its surface area. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയാവുന്നത്. പക്ഷെ ഞാൻ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് നേരെ വരയ്ക്കുന്നുണ്ട് ഫിഗർ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗർ ക്വസ്റ്റ്യനിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ജനറലി അറിയാം ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന്. അത് ഈ നടുക്കത്തെ ഭാഗം റെക്റ്റാങ്കിളോ ക്യൂബോയിഡോ ഒന്നുമല്ല, ഇതൊരു സിലിണ്ടറായിട്ടാണ് വരിക. കാരണം നമുക്കറിയാം ഒരു മരുന്നിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന മരുന്നിൻ്റെ ഒക്കെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അത് ഒരു വട്ടം പോലെയാണ്, അത് അറ്റത്ത് കേർവ്ഡായിട്ട് വരും. അപ്പോൾ അതവർ സ്പ്ലിറ്റാക്കി പറഞ്ഞതാണ്, 2 ഹെമിസ്ഫിയർ ഒരു സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇനി ലെങ്ത്തുകളും ഹൈറ്റും റേഡിയസും ഒക്കെ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ദ ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ ഇസ് 14 mm. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെങ്ത്താണ് ഇത്, ഹൈറ്റ് അല്ല, ലെങ്ത്ത്. അപ്പോൾ അത് 14 mm. ഇനി ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ക്യാപ്സ്യൂൾ ഇസ് 5 mm. അപ്പോൾ ഇതാണ് ഹെമിസ്ഫിയർ, ഇതിൻ്റെ ഡയാമീറ്റർ 5 mm. അപ്പോൾ റേഡിയസ് 2.5 ആണല്ലോ. ഡയമീറ്റർ ഇസ് 5 mm, then radius is diameter by 2 is equal to 2.5 mm. ഓക്കെ, ഇനി ഹെമിസ്ഫിയറിന് ആവശ്യം ഒരു റേഡിയസ് മാത്രമാണ്. സിലിണ്ടറിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതിൻ്റെ യൂണിറ്റ്സ്. സിലിണ്ടറിൻ്റെ കേസ് എടുക്കാം. സിലിണ്ടറിന് റേഡിയസ് കിട്ടി നമുക്ക് 2.5 mm. കാരണം ഹെമിസ്ഫിയർ തൊട്ടാണ് നിൽക്കണം, അപ്പോൾ സെയിം റേഡിയസ് തന്നെയാണ്. ഇനി വേണ്ടത് ഹൈറ്റാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്നത് ഫുള്ള് തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെ കണ്ടുപിടിക്കും? അത് തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഇതേപോലൊരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. കാരണം ഇത് സെൻറ്ററാണ് എന്നുണ്ടെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ ഇത് വെച്ച് റേഡിയസ് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റേഡിയസാണ്, അതുപോലെ തന്നെ ഇതും റേഡിയസാണ് വിത്ത് 2.5 mm. സെയിം തന്നെ ഇവിടെ 2.5 mm. ഇത് തന്നിട്ടുണ്ട്, ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ ഇത് കിട്ടൂലേ? ഓക്കെ, 14 minus of 2.5 plus 2.5 which is equal to 9 mm. ഹൈറ്റ് കിട്ടിയില്ലേ? 2.5 ഇത് രണ്ടിൻ്റെ റേഡിയസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നിന്നും ഓക്കെ അല്ലേ? നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റെപ്സൊക്കെ ചിലപ്പോൾ ചെരിഞ്ഞായിരിക്കും, പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമില്ല. ഇങ്ങനെ വരച്ചാലും അങ്ങനെ വരച്ചാലും സെയിം ഒക്കെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യാപ്സ്യൂൾ, ഇത് മൊത്തം വേണം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് CSA ഓഫ് ഹെമിസ്ഫിയർ, ഈ ഹെമിസ്ഫിയർ, പിന്നെ ഇതിൻ്റെ കേർഡ് ഭാഗം CSA ഓഫ് സിലിണ്ടർ പ്ലസ് ഈ ഹെമിസ്ഫിയർ മൊത്തം CSA ഓഫ് ഹെമിസ്ഫിയർ. ഓക്കെ അല്ലേ?
ഇനി നമ്മളിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ആയി കഴിഞ്ഞാൽ 2 ടൈംസ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ കേർഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πr². പിന്നെ കേർഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2πrh ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2πr കോമൺ ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് 2πr × 2r + h വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 2π × റേഡിയസ് 2.5, 2 × 2.5 പ്ലസ് ഹൈറ്റ് 9. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടേണ്ടത് 220 mm². ഒന്നുമില്ല, വളരെ സിമ്പിളായ ഒരു പ്രോബ്ലമാണ്. അധികം ചിന്തിക്കാനോ ഒന്നുമില്ല. ചെറിയൊരു ക്യാപ്സ്യൂൾ, ജസ്റ്റ് അതിൻ്റെ ഹൈറ്റ് മാത്രം കണ്ടുപിടിക്കാനുള്ളത് നമുക്ക്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എടുക്കേണ്ടത് എവിടെ നിന്നാണെന്നും കൂടി മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു പ്രോബ്ലമാണ്. സോ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ tent is in the shape of a cylinder surmounted by a conical top. The height and diameter of the cylindrical part are 2.1 meter and 4 meter respectively. Slant height of the top is 2.8 meter. Find the area of the canvas used for making the tent. Also find the canvas of the tent at the rate of 500 per meter square. അപ്പോൾ ഫിഗർ തന്നിട്ടില്ല. ഫിഗർ നമുക്ക് വരയ്ക്കാം. പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടെൻ്റാണ്. അതൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണ്, സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ്. സർമൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിലിണ്ടറിൻ്റെ മുകളിലാണ് കോൺ. അപ്പോൾ സിലിണ്ടർ വരച്ചു, ഇവിടെ വരച്ചു, കോൺ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു ടെൻ്റാണ്. അപ്പോൾ ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഗ്രൗണ്ട് ലെവലാണ്. അപ്പോൾ ഇതെപ്പോഴും ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഗ്രൗണ്ടിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ് ടെൻറ്റ്. ഓക്കെ, ഇനി ലെങ്ത്സ് ഒക്കെ വരയ്ക്കാം. ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് ആർ 2.1 meter and 4 meter. ഹൈറ്റ് 2.1 meter ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട്. ഡയമീറ്റർ 4 meter. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 2.1 മീറ്ററും ഡയമീറ്റർ 4 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ റേഡിയസിനാണത് 4/2 = 2 മീറ്റർ. ഇനി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഇസ് 2.8 മീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷൻ കോണാണ്. അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 2.8 മീറ്റർ. കോൺ സ്ലാൻഡ് ഹൈറ്റ് 2.8 meter. Find the area of the canvas used for making the tent. ഇനി ഈ വരുന്ന കോണിൻ്റെ റേഡിയസ് തന്നെ അല്ലേ ഈ സിലിണ്ടറിൻ്റെ റേഡിയസും? ഇതും സെയിം തന്നെയാണല്ലോ. സോ ഇതും 4 meter, which means radius of the cone is 2 meter. ഇനി ഏരിയ കണ്ടുപിടിക്കേണ്ട വിധം, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ സിലിണ്ടർ ഭാഗം എന്ന് വിചാരിക്കുക. മുകൾ ഭാഗം ഓപ്പൺ, താഴത്തെ ഭാഗം ഫിക്സ്ഡ്, എർത്തിനോട് ചുറ്റി നിൽക്കുന്നു, ഗ്രൗണ്ടിൽ. മുകളിൽ ഒരു കോണിക്കൽ ഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൊത്തം ടെൻറ്റിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ കേർവ്ഡ് ഭാഗമല്ലേ സിലിണ്ടറിൻ്റെ, അതുപോലെ തന്നെ ഈ കോണിൻ്റെയും കേർവ്ഡ് ഭാഗമല്ലേ. കാരണം ഈ ഭാഗം ക്ലോസ്ഡ് ആയി വരികയാണല്ലോ, നമുക്ക് ഔട്ടർ സർഫേസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഈ കേർവ്ഡ് ഭാഗവും കോണിക്കലിൻ്റെ കേർവ്ഡ് ഭാഗമല്ലേ വരിക. സോ അപ്പോൾ ഈ ഫിഗറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞ് എഴുതുന്നത് നമ്മൾ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദി ടെൻറ്റ്
is equal to CSA of cone plus CSA of cylinder, which is equal to curved surface area of a cone നമുക്കറിയാം പൈ ആർ എൽ എന്ന ഇക്വേഷൻ ആണ്. curved surface area of a cylinder നമുക്കറിയാം 2 pi r h എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. സോ പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 2, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.8, 2 പൈ റേഡിയസ് എന്ന് പറയുന്നത് 2, ഹൈറ്റ് എന്ന് പറയുന്നത് 2.1. ഇത് 2 പൈ കോമൺ ആയിരിക്കും. 2 പൈ പുറത്തെടുത്താൽ 2.8 പ്ലസ് 2 4.2 ഇത് നമുക്ക് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ എന്നാണ് 44 മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദിസ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഓഫ് ദ ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 500 per meter square. ഈ ഭാഗം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് ഫോർ 1 meter square എന്ന് പറയുന്നത് ₹500 എന്ന് വെച്ചാൽ ഒരു മിഠായിക്ക് 10 രൂപ എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് ഫോർ 44 meter square ഈസ് എന്തായിരിക്കും? 44 into 500 which equals ₹22,000. ഒരു മിഠായിക്ക് 10 രൂപ ഉണ്ടെങ്കിൽ 44 മിഠായിക്ക് എത്രയായിരിക്കും? അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. പിന്നെ ഈ ക്യാൻവാസിൻ്റെ ഭാഗം കൊണ്ട് ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. 8th പ്രോബ്ലം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഫ്രം എ സോളിഡ് സിലിണ്ടർ whose height is 2.4 centimeter and diameter is 1.4 centimeter, the conical cavity of the same height and same diameter is hollowed out. Find the total surface area of the remaining solid to the nearest centimeter square. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സിലിണ്ടർ, റെഡിയായി. ഇനി a conical cavity of the same height and same diameter is hollowed out. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാതെ 2.4 സെൻറ്റിമീറ്റർ, ഡയമീറ്റർ 1.4 സെൻറ്റിമീറ്റർ. ഇനി കോണിക്കൽ ക്യാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട്. അപ്പോൾ ഒരു കോൺ ഇതിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കോണിക്കൽ ഷേപ്പിൽ നിന്നും ഹോളോഡ് ഔട്ട് എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺ വരയ്ക്കാം. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദ നിയർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സിലിണ്ടറിൻ്റെ കേസ് എടുക്കാം. സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് 1.4 divided by 2 is equal to 0.7 centimeter. ഹൈറ്റ് തന്നിട്ടുണ്ട് 2.4 centimeter. ഇനി കോൺ എടുക്കാം. കോണിൻ്റെ സെയിം റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0.7 centimeter, ഹൈറ്റ് 2.4 centimeter. എല്ല് വേണോ വേണ്ടതെന്ന് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ PSA of the remaining solid is equal to. ഇനി ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും കോണ് കാർവ് ചെയ്തെടുത്തേക്കണം. എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് മാറ്റിയേക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്.
ബട്ട് നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് റിമൈനിങ് സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടാൻ പാടില്ല അല്ലെങ്കിൽ ഇതിനെ കുറയ്ക്കണം എന്നായിരിക്കുന്നു. പക്ഷെ അല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ എടുക്കുകയാണ് വേണ്ടത്. ഈ ഷേപ്പ് നമ്മൾ ഈ കോൺ നമ്മൾ കൺസിഡർ ചെയ്യണം, അതിനെ മൈനസ് ചെയ്ത് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ടോട്ടൽ ഏരിയ ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ plus curved surface area of cone plus area of the bottom of the cylinder. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ സിലിണ്ടറിൻ്റെ കേസ് എടുക്കുക. ഇതാണ് സിലിണ്ടർ എന്ന് വിചാരിക്കും. സിലിണ്ടറിൻ്റെ കേർഡ് സർഫേസ് ഏരിയ എടുത്തല്ലോ. കേർഡ് സർഫേസ് ഏരിയ എടുക്കുമ്പോൾ അതിൻ്റെ കേർഡ് ഭാഗം മൊത്തം കൺസിഡർ ആവുന്നുണ്ട് വിത്ത് കേർഡ് സർഫേസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് വെച്ചാൽ ഈ കട്ടാവുന്ന കോൺ, ഇതിൻ്റെ ഉള്ളിൽ കട്ടാവുന്ന കോണും എടുത്തു വിത്ത് ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ദ സിലിണ്ടർ. ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഈ താഴത്തെ സർക്കിൾ, അതാണ് ഇവിടുത്തെ സർക്കിൾ. അപ്പോൾ സിലിണ്ടറിൻ്റെ കേർഡ് സർഫേസ് ഏരിയ, കട്ടാവുന്ന കോണിൻ്റെ ഏരിയ, അതിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ വിത്ത് ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ദ സിലിണ്ടർ വിച്ച് ഈസ് ദ സർക്കിൾ. അപ്പോൾ നമ്മൾ എഴുതാനുണ്ടെങ്കിൽ കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് 2πr/h പ്ലസ് കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് πr/l പ്ലസ് ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr². ഇവിടെ കോണിൻ്റെ എല്ല് സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ L is equal to √r² plus h² which is √0.7² plus 2.4 the square which is equal to സോ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കിട്ടുന്ന എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 cm² എന്നായിരിക്കും. അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2π ഇൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.7, ഹൈറ്റ് എന്ന് പറയുന്നത് 2.4 സിലിണ്ടറിൻ്റെ, പ്ലസ് π ഇൻറ്റു റേഡിയസ് 0.7, എല്ലിൻ്റെ ലെങ്ത്ത് 2.5 പ്ലസ് π r² റേഡിയസ് എന്ന് പറയുന്നത് 0.7². ഇതിൽ നിന്ന് π കോമൺ എടുക്കുക. അപ്പോൾ 2 × 0.7 പ്ലസ് 2.4 ഇൻറ്റു 2.4 പ്ലസ് 0.7 ഇൻറ്റു 2.5 പ്ലസ് 0.7 ദി ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ 0.7 നമുക്ക് കോമൺ എടുക്കാം അല്ലേ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈനലി നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 80 cm² എന്നായിരിക്കണം. അധികം ടഫ്നെസ് തോന്നാത്തൊരു പ്രോബ്ലമാണ്, വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ കാർവ്ഡ് ഔട്ട് ഹോളോഡ് ഔട്ട് എന്ന ഷേപ്പിനെ നമ്മൾ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ.